ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു സോയ ഗ്രീൻ ചില്ലി റോസ്റ്റാണ്. അതിൽ ഇടിച്ച് ചേർക്കേണ്ട ഒരു 3 സാധനമാണിത്. ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇത് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 2 വറ്റൽമുളക് ഇതിലേക്ക് ഇടുന്നു. വറ്റൽമുളക് ചൂടായി വരുമ്പോൾ നമ്മൾ ഇടിച്ചു വെച്ച പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നു. ഫസ്റ്റ് ചേരുവകൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അങ്ങനെ മസാലകളെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ക്യൂബായി കട്ട് ചെയ്ത് വെച്ച 2 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട് ആഡ് ചെയ്യുകയാണ്. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം തക്കാളിയെല്ലാം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഒന്ന് കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളിയെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് സോയ ആഡ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ച് കുതിർത്തിയെടുത്തതാണ്, അത് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അടപ്പ് മാറ്റിയിട്ട് നമുക്കൊന്ന് ഉപ്പ് എല്ലാം ഒന്ന് പാകം നോക്കാം. ഓക്കെ, ഉപ്പെല്ലാം ഓക്കെയാണ്. ഇനി ഇതൊന്ന് വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. അതുകൊണ്ട് വറ്റുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇനി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. തുറന്നു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമെല്ലാം ആവിയായി പോയി കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ സോയ റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1/2 kg നെയ്യ് ഒഴിച്ചു കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒരു 2 മിനിറ്റ്. അങ്ങനെ നമ്മുടെ സോയ ഗ്രീൻ ചില്ലി റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ സോയ ഗ്രീൻ ചില്ലി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുതിയ ഒരു കുക്കിംഗ് വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ഫുഡ് കോ.